ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഫെയറോസ് ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്പിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇന്നലെയാണ് ഫെയറോസിൻ്റെ ടെസ്റ്റ്നെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് മെയ് 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൂപ്പർ എയർലിയാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ്നെറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഈ ടെസ്റ്റ്നെറ്റ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് യൂസ് കേസ്, അതുപോലെ തന്നെ ഫണ്ടിങ് എന്താണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഫെയറോസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഹൈ പെർഫോമൻസ് ലെയർ 1 സൊല്യൂഷനാണ്. എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ വേൾഡ് അസറ്റിൻ്റെ ടോക്കണൈസേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്ലാക്ക് റോക്ക് എല്ലാം ചെയ്യുന്ന കാര്യമാണ്. റിയൽ വേൾഡ് അസറ്റ്, അതായത് നമുക്ക് റിയൽ വേൾഡിൽ, അതായത് നമ്മളുടെ ഒറിജിനൽ അസറ്റുകളായിട്ടുള്ള ഫിസിക്കലി ഉള്ള അസറ്റ്സ് ഡിജിറ്റലി ടോക്കണൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെയർ 1 ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഫെയറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ടെസ്റ്റ്നെറ്റാണ് ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നത്. മെയിനെറ്റും വരും തീർച്ചയായിട്ടും. അപ്പോൾ മെയിനെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ടെസ്റ്റ്നെറ്റ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും മിസ്സാകാതെ ചെയ്യുക. ₹1 പോലും നമുക്ക് ചിലവില്ല. അതുകൊണ്ട് തന്നെ ആരും മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ ഫണ്ടിങ് എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ $8 മില്യൺ ആണ് നിലവിൽ ഫെയറോസ് റേസ് ചെയ്തിരിക്കുന്ന ഫണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഇനിയും ഇവർക്ക് ഫണ്ടിങ് റേസ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരും. ഇതാണ് ഫെയറോസിൻ്റെ ടെസ്റ്റ്നെറ്റ് പേജ്. ഓക്കെ, സീസൺ 1 ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ ഇന്നലെ. ഇനി സീസൺ 2, 3 ഒക്കെ വന്നേക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ മാത്രമാണ് അറിയാൻ പറ്റുക. എത്ര സീസൺ ഉണ്ട്, റോഡ് മാപ്പ് എന്താണ്, ലിസ്റ്റിംഗ് എന്താണെന്നൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ മാത്രമാണ് അറിയാൻ പറ്റുക. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ നല്ല ഫണ്ടിങ് ഉള്ള, നല്ല ബാക്കിംഗ് ഉള്ള, നല്ല യൂസ് കേസ് ഉള്ള പ്രൊജക്റ്റുകളും ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു പേജിലേക്ക് വരിക. അതിനുശേഷം കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും മേലെ. മൊബൈൽ ഫോണിൽ ചെയ്യുന്നവർ മൈസസ് എന്ന് പറയുന്ന ബ്രൗസർ യൂസ് ചെയ്യുക. iOS ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, രണ്ടിലും മൈസസ് ബ്രൗസർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ബ്രൗസർ യൂസ് ചെയ്യാം. ഇതുപോലെ എക്സ്റ്റൻഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രൗസർ ആയിരിക്കണം. വാലറ്റുകളെല്ലാം എക്സ്റ്റൻഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് മൈസസ് ആണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മെറ്റാമാസ്കോ OKXോ ഏതെങ്കിലും ഒരു വാലറ്റ്, EVM വാലറ്റ് നിങ്ങളതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ എക്സ്റ്റൻഷൻ കൊണ്ടുവരാം. ട്രസ്റ്റ് വാലറ്റ് ആയാലും മതി, ഏത് വാലറ്റ് ആയാലും മതി. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു വാലറ്റും ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് OKX വാലറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് വാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, OKX വാലറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വാലറ്റിൽ കൺഫർമേഷൻ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു കണക്ട് കൊടുക്കാം. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അണേബിൾ ടു കണക്ട്. നിങ്ങളുടെ നെറ്റ്വർക്ക് ഫെയറോസ് ടെസ്റ്റ്നെറ്റിൻ്റെ നെറ്റ്വർക്കായിട്ട് മാറ്റണം. ഓക്കെ, ഇവിടെ സ്വിച്ച് കൊടുക്കുക. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മളെ വാലറ്റിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെറ്റ്വർക്ക് ഫെയറോസ് ടെസ്റ്റ് നെറ്റ്വർക്കിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്ക് ഈ ഒരു നെറ്റ്വർക്ക് ആഡ് ആക്കാനുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാലറ്റിലേക്ക് ഈ ഫെയറോസ് ടെസ്റ്റ്നെറ്റിൻ്റെ നെറ്റ്വർക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം എല്ലാ ദിവസവും, ഒരു ദിവസം മിസ്സാക്കാതെ ചെയ്യേണ്ടത് ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ചെക്ക് ഇൻ ക്ലെയിം ആയത് കാണാൻ പറ്റും. 1-2 ദിവസം നല്ലത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മാസങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന എയർഡ്രോപ്പ് ആയിരിക്കും ഫെയറോസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വരുമ്പോഴോ മെയിനെറ്റ് വരാൻ പോകുമെന്ന് പറയുമ്പോൾ മാത്രം കയറി വരാതിരിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പോയിന്റ്സ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഫോസെറ്റ് ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ നോർമലി ചെയ്യാനുള്ള ഇതേറിയം ഫോസെറ്റ് വെച്ചിട്ടാണ്, സെഫോലി ഇതേറിയം കൊണ്ടൊക്കെയാണ് നമ്മൾ ടെസ്റ്റ്നെറ്റിൽ ഫാം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഫെയറോസ് ടോക്കൺ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫോസെറ്റിൻ്റെ 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 യൂസ് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് 2 ഫോസെറ്റ് കിട്ടും. 2 ക്ലെയിം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഫോസെറ്റ്. ഫെയറോസിൻ്റെ ഒഫീഷ്യൽ ഫോസെറ്റ് ആണ്. ഇവിടെ വന്ന് നിങ്ങളുടെ സെയിം വാലറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഡ്രസ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്നും ഫോസെറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് താഴത്തേക്ക് വരിക. താഴത്തേക്ക് വന്നാൽ കാണാൻ പറ്റും നമ്മുടെ വാലറ്റ് അഡ്രസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഐ എം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ PHRS എന്ന് പറയുന്ന ടോക്കണാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിവിടെ ക്ലെയിം നൗ കൊടുക്കുക. ഓക്കെ, കാണാൻ പറ്റും ടെസ്റ്റ്നെറ്റ് ടോക്കൺ റിസീവ്ഡ് എന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മളെ വാലറ്റിൽ എത്തിയോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെറ്റ്വർക്ക്, നിങ്ങളുള്ള ബ്ലോക്ക് ചെയിൻ ഏതിലേക്ക് ആക്കണം, ഫെയറോസിലേക്ക് ആക്കണം. ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്യാണ് PHAROS, അതാണ് ഫെയറോസ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ടെസ്റ്റ്നെറ്റ് ആഡ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആഡ് ആക്കിയല്ലോ, ആഡ് ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കാണാൻ പറ്റും 0.2 ഫെയറോസ് എനിക്കിവിടെ റിസീവ് ആയിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0.2 PHRS, അതായത് ഫെയറോസിൻ്റെ ടോക്കൺ ഇവിടെ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ ഒരു ഫോസെറ്റ് കൂടി നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ഫോസെറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് പോകുക. അവിടെയാണ് എല്ലാ അപ്ഡേറ്റ്സും പോസ്റ്റ് ചെയ്യാറുള്ളത്. ഒരുപാട് ആളുകൾ മിസ് ചെയ്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. ഇവിടെ എല്ലാ ടെസ്റ്റ്നെറ്റുകളുടെയും അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ പറ്റും. 6 ദിവസം മുൻപ് ഞാൻ ഒരു അപ്ഡേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ മേജറായിട്ടുള്ള അപ്ഡേറ്റ്സും വീഡിയോസ് ആയിട്ടും മൈനർ ആയിട്ടുള്ള ചെറിയ അപ്ഡേറ്റ്സ് ടെലഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതിരിക്കാതൊന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫോസറ്റിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട എന്താണ്, ഫെയറോസ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആയിരിക്കും. സെലക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് അതോടെ നിന്ന് കിട്ടും. ജസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സോടെ കാണാൻ പറ്റും. കോപ്പി ബട്ടൺ ഉണ്ട്, കോപ്പി കൊടുക്കുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ലോഗിൻ ടു സെൻഡ് മീ 0.2 PHRS എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ ഏതെങ്കിലും വെച്ചൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള മെയിൽ ഐഡിയോ ടെംമെയിലൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കാണാൻ പറ്റും ക്ലെയിംഡ് ആയിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്നും 0.2 PHRS ടോക്കൺ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ വാലറ്റ് തുറന്ന് നോക്കാം. വാലറ്റ് തുറന്നാൽ കാണാൻ പറ്റും 0.4 PHRS ടോക്കൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോസെറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, ടാസ്കുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ സ്വാപ്പ് ക്ലിക്ക് ചെയ്യുന്നു. സ്വാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള സെനിത്ത് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ PHRS ടോക്കൺ ഏത് ടോക്കണിലേക്ക് റിസീവ് ആക്കണമെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് മുൻപായിട്ട് വാലറ്റ് കണക്ട് ചെയ്ത് കൊടുക്കണം. കണക്ട് കൊടുക്കുക, നിങ്ങളുടെ വാലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വാലറ്റ് ലിസ്റ്റ് കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്ട് ആവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നെറ്റ്വർക്ക് PHRS ആയിരിക്കും കിടക്കുന്നത്, ഓട്ടോമാറ്റിക്കലി അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ടോക്കൺ എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, USDT ഉണ്ട്, USDC ഉണ്ട്, WPHRS ഉണ്ട്, PHRS തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന USDC ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 0.4 PHRS ടോക്കൺ ഇപ്പോൾ നിലവിലുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ള ഒരു 0.05 PHRS ടോക്കൺ ഞാൻ എന്ത് ചെയ്യാണ്, USDC ആക്കി മാറ്റാണ്. ഓക്കെ, 13 USDC എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ റേറ്റ് വ്യത്യാസം വന്നേക്കാം. $0.04 ഗ്യാസ് ഫീ ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നെറ്റ് ടോക്കൺ ആണ്, ഒറിജിനൽ എമൗണ്ട് അല്ല, ഡമ്മിയാണ്. ഓക്കെ, ഡമ്മി ആയിട്ടുള്ള എമൗണ്ട് മാത്രമാണ്, ഒറിജിനൽ എമൗണ്ട് നമുക്കിതിൽ ആവശ്യമില്ല, 0 rupees ചിലവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മാക്സ് ഒന്ന് കൊടുക്കരുത്. മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ എമൗണ്ട് സെലക്ട് ആവും, അപ്പോൾ ഗ്യാസ് ഫീക്കുള്ള എമൗണ്ട് ബാക്കി ഉണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, സ്വാപ്പ് കൊടുക്കുക, കൺഫേം സ്വാപ്പ് കൊടുക്കുക. ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യും, കൺഫർമേഷൻ വരും, ജസ്റ്റ് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വാപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. ഇനി ഒരുപാട് ആൾക്കാർ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് വരുന്ന സമയത്ത് ലോഡ് കൂടുകയും എറേഴ്സ് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്വാപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള ഡൗട്ട്, ഇതെല്ലാ ദിവസവും ചെയ്യണോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ചെയ്യുക. ചെറിയൊരു എമൗണ്ടെങ്കിലും എല്ലാ ദിവസവും വന്ന് സ്വാപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി നേടുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണവും നമ്മുടെ ആക്ടിവിറ്റി എത്രത്തോളം നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിൽ ആക്റ്റീവാണ്, ഈ ഫെറോസ് നെറ്റ്വർക്കിൽ ആക്റ്റീവാണ് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു ട്രാൻസാക്ഷൻ, ഒരു സ്വാപ്പ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഡെയിലി നമുക്ക് എന്തായാലും 0.5 PHRS ടോക്കൺ ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ടല്ലോ, അതെന്ത് ചെയ്യുക, ചെറിയൊരു എമൗണ്ട് USDCയോ USDT ഒക്കെ ആക്കി മാറ്റി വെക്കുക. ഓക്കെ, അത് നമുക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യാനുണ്ട്. അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആക്ടിവിറ്റി കൂടുതലാകുമ്പോൾ എയർ ഡ്രോപ്പ് കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്പാം ചെയ്യരുത്. 10-100 ട്രാൻസാക്ഷൻ ഒരു ദിവസം ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് എന്താവും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും, സിബിലിൽ പെടും. അപ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല, നിങ്ങളൊരു ബോട്ടാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ ഡെയിലി ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്താൽ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഞാൻ ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും രാവിലെ ഒരു അലേർട്ട് തരാം, ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇത്ര എയർ ഡ്രോപ്പിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇനി മുതൽ നാളെ മുതൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറന്നു പോവില്ല. ആ അലേർട്ട് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കയറി ചെയ്യുക. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്, പിന്നെ മറന്നു പോകും, പിന്നീട് അത് ചെയ്യാതെ തന്നെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞു, 13 USDC ഇവിടെ കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സ്വാപ്പ് എന്നുള്ള ആ ഒരു ടാസ്ക്, ഡെയിലി ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാ ദിവസവും എല്ലാ ടാസ്കുകളും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ലിക്വിഡിറ്റി എന്നുള്ളതാണ്. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഈ ഓർഡർ തന്നെ ചെയ്തു വരിക. എല്ലാം നമ്മൾ സെനിത്ത് തന്നെയാണ് ചെയ്യുന്നത്. സ്വാപ്പ് ആദ്യം ചെയ്യുക, എന്നിട്ട് മാത്രം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. കാരണം നമുക്ക് 2 ടോക്കൺസും ആവശ്യമാണ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. നേരത്തെ തന്നെ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂ പൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പെയർ സെലക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ PHRൽ നിന്നും ഏത് ടോക്കണാണോ നേരത്തെ സ്വാപ്പ് ചെയ്തത് ആ ഒരു ടോക്കണാണ് ഒരു രണ്ടാമത് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത ഏതായിരുന്നു, USDC ആയിരുന്നു. സ്വാപ്പ് ചെയ്തപ്പോൾ ഞാൻ USDC ആണല്ലോ ആക്കിയത്. നിങ്ങൾ ഏത് ടോക്കണാണോ ആക്കിയത് അത് വേണം ഇവിടെ സെലക്ട് ചെയ്യാൻ. കാരണം ഈ ബാലൻസ് നമുക്ക് വേണം, USDC ബാലൻസും വേണം, PHRS ടോക്കൺ നമുക്ക് കയ്യിൽ ബാലൻസ് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതിനുശേഷം ഫീ ടാർ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 0.05 ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം USDC ഉണ്ടോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PHRS ടോക്കൺ ഇവിടെ സെലക്ട് ആവും. ഓക്കെ, നമ്മൾ നേരത്തെ 0.05 ടോക്കണാണ് USDC ആക്കി മാറ്റിയത്. ഇനിയും 0.05 ടോക്കൺ PHRSൽ ഉണ്ടാവണം. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവൂ എന്ന കാര്യം ആരും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള USDCൻ്റെ സെയിം കറസ്പോണ്ടിങ് എമൗണ്ട് നിങ്ങൾക്ക് PHRS ആയിട്ടും ബാലൻസ് വേണം. ഓക്കെ, ഒരിക്കലും മാക്സ് എന്ന് പറയുന്ന ബട്ടൺ എവിടെയും ക്ലിക്ക് ചെയ്യാതിരിക്കുക. മാക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ബാലൻസ് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഗ്യാസ് ഫീക്കും എമൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും ഇവിടെ എൻ്റെ കയ്യിലുള്ള മുഴുവൻ USDCയും ഇപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിവിടെ ഒരു 8 USDC മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഡമ്മി എമൗണ്ട് ആണ്, ഒറിജിനൽ എമൗണ്ട് അല്ല. അത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അതിനുശേഷം അപ്രൂവ് USDC കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വാലറ്റിൽ എന്ത് ചെയ്യും, കൺഫർമേഷൻ വരും. അതിനുശേഷം എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കാം. ഓക്കെ, കൺഫേം കൊടുത്താൽ നമുക്ക് കൺഫേം ആയത് കാണാൻ പറ്റും.
അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്രിവ്യൂ എന്ന് പറയുന്ന ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രിവ്യൂ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലിക്വിഡിറ്റി പൂളിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ലിക്വിഡിറ്റി പൂളിലേക്ക് ഈ 8 USDC ആഡ് ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡഡ് ലിക്വിഡിറ്റി എന്ന ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും മൈ പൊസിഷനിൽ നമുക്ക് കാണാൻ പറ്റും USDC/PHRS എന്ന് പറയുന്ന ഒരു പേര് വന്നിട്ടുണ്ട്. ഇത് ലിക്വിഡിറ്റി പൂളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ലിക്വിഡിറ്റി നിങ്ങൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടാനുള്ള പോയിന്റ്സിന് അടിസ്ഥാനപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി എമൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് USDC ഇനി ആഡ് ആക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ബാലൻസ് ഉണ്ടോ അത്രത്തോളം USDC ആഡ് ആക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും പ്രിവ്യൂ ഉണ്ട്, വീണ്ടും ആഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും അതിലേക്ക് എമൗണ്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, USDT നിങ്ങൾ സ്വാപ്പ് ചെയ്താക്കിയിട്ടുണ്ടെങ്കിൽ ന്യൂ പൂളിലേക്ക് പോയതിനു ശേഷം ഇവിടെ സെലക്ട് ചെയ്ത ടോക്കണിൽ USDT സെലക്ട് ചെയ്തുകൊണ്ട് വീണ്ടും ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സ്വാപ്പിൽ പോയതിനു ശേഷം ഈ PHRS ടോക്കൺ മാറ്റിക്കൊണ്ട് USDT ആക്കുക. അവിടെ ഒരു പൂളും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇന്ന തന്നെ ചെയ്യണം, ഇന്ന ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ നോക്കുന്ന ആക്ടിവിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് ആയിട്ടുള്ള പ്രൊവൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടാസ്ക് നമ്മളിപ്പോൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, സെൻഡ് ടു ഫ്രണ്ട്സ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ടോക്കൺ സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറൊരു വാലറ്റിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ തന്നെ വേറൊരു വാലറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം സെൻഡ് PHRS കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് ആവും. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസിൻ്റെ ചെറിയൊരു അംശം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഒരു ദിവസം ഒരു ട്രാൻസാക്ഷനൊക്കെ തന്നെ ധാരാളമാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം തന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അത്രത്തോളം നല്ലത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന കമ്മിങ് സൂണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറോസ് ഐഡന്റിറ്റി സർവീസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബോട്ട് ഫിൽട്രേഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ മൾട്ടിപ്പിൾ വാലറ്റ് വെച്ച് ഫാം ചെയ്യും. അപ്പോൾ അവരെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി സർവീസ്, ഒരു KYC ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ ലെയർ എഡ്ജിലൊക്കെ ചെയ്തല്ലോ, അതുപോലെയുള്ള ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ NFTസും വരാനുണ്ട്, അതും വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ ടാസ്കുകളാണ്. എക്സിൽ ഫോളോ ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, റിപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഫോളോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ട്വിറ്ററിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ സെക്കൻഡറി അക്കൗണ്ടിലാണ്. എയർ ഡ്രോപ്പ് ഫാമിങ്ങിൻ്റെ ഒരു അക്കൗണ്ടാണ്, അതുപോലെ തന്നെ നോർമൽ പേഴ്സണൽ യൂസിൻ്റെ ഒരു അക്കൗണ്ടാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, ഓതറൈസ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഈ ടെസ്റ്റ്നെറ്റുമായിട്ട് കണക്ട് ആവും. കണക്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നോർമൽ ടാസ്കുകൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഫോളോ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, അത് വെരിഫൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെരിഫൈ ആവും. എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റീട്വീറ്റ് ആണ്. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, പുതിയ പോസ്റ്റുകൾ വരുമ്പോൾ റീട്വീറ്റ് വീണ്ടും വരും. അതെല്ലാം റീട്വീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവരുടെ പോസ്റ്റിലേക്ക് വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, റീപോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ആ ടാസ്ക് അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അത് വെരിഫൈ കൊടുക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ റിപ്ലൈ എന്നുള്ളതാണ്. എന്തെങ്കിലും റിപ്ലൈ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് ടാസ്കുകൾ വരും. ഓക്കെ, അതെല്ലാം സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്തു പോകാനുള്ളതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഇവരുടെ ടെസ്റ്റ്നെറ്റ് ലൈവ് ആയി എന്നുള്ള പോസ്റ്റാണ് ഇപ്പോൾ ഇത്, എന്തെങ്കിലും ഒരു റിപ്ലൈ ഞാനിവിടെ ലെറ്റ്സ് ഗോ എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, എന്ത് കൊടുത്താലും പ്രശ്നമില്ല. ഒരുപാട് ബോട്ടിനെ പോലെ സ്പാം ചെയ്യരുത്, അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ടാസ്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും വെരിഫൈ ചെയ്യാം. നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായിട്ട് വെരിഫൈ ആവും. അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ വാലറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും. ഈ വാലറ്റ് അഡ്രസ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ട്വിറ്റർ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്കോഡും കൂടെ കണക്ട് ചെയ്യണം. ഓക്കെ, ഡിസ്കോഡ് കണക്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഡിസ്കോഡ് അക്കൗണ്ട് ഓതറൈസ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓതറൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കോഡ് അക്കൗണ്ട് ഈ ഒരു ടെസ്റ്റ്നെറ്റിൻ്റെ പേജുമായിട്ട് കണക്ട് ആവും. ഓക്കെ, അത്രയും ഈസിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഓതറൈസ് കൊടുക്കുന്നു, അതും ബൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കോഡിലേക്ക് വരും. ഡിസ്കോഡിലേക്ക് വന്നാൽ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് ഫെറോസ്. ഓക്കെ, അതിനുശേഷം അവിടെ വെരിഫൈ ചെയ്യാനുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ക്യാപ്ച കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾക്ക് ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഇവിടെ കാണാൻ പറ്റും ഒരു നമ്പർ അരയാണ് കാണിക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ചാനൽസ്, ടെക്സ്റ്റ് ചാനൽസും വോയിസ് ചാനൽസും എല്ലാം അൺലോക്ക് ആവും. ഇത് കണ്ടാൽ മനസ്സിലാക്കാം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഡിസ്കോഡിൽ ജോയിൻ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. അതെന്ത് ചെയ്യുക, വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതും വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇത്രയും ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നിലവിലുള്ള എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നതാണ് എക്കോസിസ്റ്റം ടാസ്കുകൾ. ഓക്കെ, ഇവിടെ എക്കോസിസ്റ്റം കാണാൻ പറ്റും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ യൂസ് ചെയ്ത് സെനിത്ത് ഇവിടെ ഉണ്ട്, OKX വാലറ്റ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഫെറോസ് എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസുകളാണ്. ഇതിലെല്ലാം കയറിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വാപ്പുകൾ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസുകളാണ് അവൈലബിൾ ഇതെല്ലാം കാണാൻ പറ്റും. കമ്മിങ് സൂൺ ആണ്, ഡെക്സ് വരാനുണ്ട്, ഒരുപാട് പ്രോട്ടോകോൾസ് വരാനുണ്ട്, ഒരുപാട് സർവീസുകൾ നമുക്ക് ഫെറോസ് ടെസ്റ്റിൽ അവൈലബിൾ ആവും. അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
സ്വാപ്പോ അതുപോലെ തന്നെ ബ്രിഡ്ജുകൾ സ്വാപ്പുകളെല്ലാം തന്നെ വരുന്നതിനനുസരിച്ച് ചെയ്യാം. ഇപ്പം എല്ലാം വന്നിട്ടില്ല, എല്ലാം വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സർവീസുകൾ വരും. പുതിയ എക്കോസിസ്റ്റം സർവീസുകൾ വരുന്ന സമയത്ത് ഞാൻ ടെലഗ്രാമിൽ അറിയിക്കാം തീർച്ചയായിട്ടും. അതിൽ ഇതുപോലെ കയറി ആക്ടിവിറ്റീസ് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫെറോസ് ടോക്കൺ എന്ത് ചെയ്യുക, USDT ആക്കി മാറ്റുക, USDC ആക്കി മാറ്റുക, സ്വാപ്പുകൾ ചെയ്യുക, ബ്രിഡ്ജുകൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിലവിൽ ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ടാസ്കുകൾ വരികയാണെങ്കിൽ തീർച്ചയായും ടെലഗ്രാമിൽ അറിയിക്കാം. തീർച്ചയായും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡെയിലി ചെക്ക് ഇൻ ഒരിക്കലും മറക്കരുത്. എത്ര സമയം കിട്ടിയില്ലെങ്കിലും ഇതൊന്ന് ചെയ്തു പോകാൻ ശ്രമിക്കാം. ഓക്കെ, സ്വാപ്പും കാര്യങ്ങളൊക്കെ ടൈമുള്ള പോലെ ചെയ്താൽ മതി. കാരണം ഒരുപാട് ട്രാൻസാക്ഷൻ നമുക്ക് ആവശ്യമില്ല, മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.